Hi friends, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഷോട്ട് എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലെ പ്രീകട്ട് എന്ന് പറയുന്ന സെക്ഷനിലെ ട്രിം, കട്ട്, സ്പ്ലിറ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഡെമോ വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഡെമോ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ പ്രീകട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ട്രിമ്മാണ് വരുന്നത്. അപ്പോൾ ട്രിം എന്താണെന്ന് നോക്കാം. ട്രിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത വീഡിയോയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ, അതായത് ബിഗിനിങ്ങിലോ എൻഡിലോ ഉള്ള ഏതെങ്കിലും വീഡിയോയുടെ ഭാഗം നമുക്ക് എളുപ്പത്തിൽ ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ അറ്റത്ത്, അതായത് അവസാനത്ത് ഇതേപോലെ റൗണ്ടിൽ ഒരു പോയിൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ പാനലിൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടറ്റത്തുനിന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അറ്റത്തുനിന്നും ഇതേപോലെ നമ്മൾ നീക്കി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ പാനലിൻ്റെ ഉള്ളിലായിട്ടുള്ള ഭാഗം നമുക്ക് വീഡിയോയിൽ സേവ് ആവും. ഇതിൻ്റെ പുറത്തായിട്ടുള്ള ഭാഗം ഈ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് അതിനാണ് നമ്മൾ ട്രിം എന്ന് പറയുന്നത്. വീഡിയോയുടെ രണ്ടറ്റത്തുള്ള ഭാഗം എളുപ്പം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഈ പുറത്തുള്ള വീഡിയോ റിമൂവ് ആയിട്ട് നമ്മളെ ഈ ഒരു പാനലിലുള്ള വീഡിയോ ഇതിൽ സേവ് ആവും. അപ്പോൾ അടുത്ത നമുക്ക് കട്ട് എന്താണെന്ന് നോക്കാം. കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത വീഡിയോയുടെ ഉള്ളിലുള്ള ഭാഗം, അതായത് നമ്മുടെ തുടക്കത്തിൻ്റെയും അല്ലെങ്കിൽ അവസാനത്തിൻ്റെയും ഇടയിലുള്ള ഏത് ഭാഗവും നമുക്ക് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു പാനൽ ഈ തുടക്കത്തിൽ നിന്നും മറ്റൊരു പാനൽ അവസാനത്തു നിന്നുമാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ പാനലിൻ്റെ ഈ അറ്റത്ത് കാണുന്ന ഈ റൗണ്ട് പോയിന്റിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് ആവശ്യാനുസരണം നമുക്ക് നീക്കിയിട്ട് നടുക്കത്തെ ഏത് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 2 പാനലിൻ്റെ ഉള്ളിലുള്ള ഭാഗം വീഡിയോയിൽ സേവ് ആവും. ഇതിൽ ഉൾപ്പെടാത്ത ഈ സെൻറ്ററുള്ള ഭാഗം വീഡിയോ ഒന്ന് കട്ടാവും. അതാണ് കട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ സ്പ്ലിറ്റ് എന്താണെന്ന് നോക്കാം. സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു വീഡിയോ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ്, ഒറ്റ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ പോർഷനിൽ ഈ സ്പ്ലിറ്റ് ടൂൾ വെച്ചിട്ട് വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തിൻ്റെ വലതുഭാഗത്തേക്കുള്ള വീഡിയോ പാർട്ടും ഇടതുഭാഗത്തേക്കുള്ള വീഡിയോ പാർട്ടും 2 സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് മാറും. അതായത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഷോട്ട് ആപ്ലിക്കേഷനിലെ കുറച്ച് ഫീച്ചറുകളുണ്ട്. അതായത് സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ ക്രോപ്പ് ചെയ്യുക, വീഡിയോയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗം ക്രോപ്പ് ചെയ്യുക, അതേപോലെ വീഡിയോക്ക് ഒരു എഫക്റ്റ്, അതായത് ഈ ഫിൽറ്റർ എഫക്റ്റൊക്കെ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ഫ്ലിപ്പ് ചെയ്യുക, അങ്ങനത്തെ എഫക്റ്റുകളൊക്കെ നമ്മൾ ഈ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ്റെ എഡിറ്റിങ്ങിൽ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ മൊത്തത്തിൽ അത് അപ്ലൈ ചെയ്യപ്പെടും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോയുടെ അവസാനം വരെ ആ ക്രോപ്പ് അങ്ങനെ നിലനിൽക്കും. അതായത് മറ്റുള്ള പാർട്ടുകളിൽ നിന്നും ഒരു വീഡിയോ കട്ടായിട്ടുണ്ടാവും ക്രോപ്പ് ചെയ്താൽ. ഉദാഹരണത്തിന് നമ്മൾ ഒരു ലാഗായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കും. പക്ഷേ നമുക്ക് അങ്ങനെ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം ആ സ്പീഡായിരിക്കും പിന്നെ അപ്ലൈ ചെയ്യപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു സെപ്പറേറ്റ് ക്ലിപ്പായി കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യപ്പെട്ടുള്ളൂ. ഉദാഹരണത്തിന് ഈ വീഡിയോ ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഞാനത് ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, വീഡിയോ ഏത് ഭാഗത്താണോ നമുക്ക് ഈ എഫക്റ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ഈ സ്പ്ലിറ്റ് ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യണം. അതായത് ഞാൻ ഈ ഇപ്പോൾ 1 മിനിറ്റിൽ കൊണ്ട് ഈ സ്പ്ലിറ്റ് ടൂൾ വെച്ചിട്ട് ഇവിടെ ഒരു ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വീഡിയോ പാർട്ടായിട്ട് മാറി. ഇവിടെ കാണാൻ പറ്റും ഒരു ജോയിൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ താഴെ കാണുന്ന ഒരു ജോയിൻ്റാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഇടതുഭാഗത്തുള്ള ക്ലിപ്പ് നമ്മൾ ഒരു എഫക്റ്റ് കൊടുത്തു നോക്കാം നമുക്ക്. അതായത് ഉദാഹരണത്തിന് ആ ഒരു ക്ലിപ്പിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ഫാസ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ സ്പീഡ് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇടതുഭാഗത്തേക്കുള്ള ക്ലിപ്പ് ചുരുങ്ങിക്കഴിഞ്ഞു. അതായത് വളരെ ചെറിയൊരു ക്ലിപ്പായിട്ട് മാറി. പക്ഷേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിന് വലതുഭാഗത്തുള്ള ക്ലിപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സ്പീഡ്, അതേപോലെ ഈ ഒരു ഇൻഷോട്ടിലെ കുറച്ച് ഫീച്ചറുകൾ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് പാർട്ടാക്കണം. അതിന് ശേഷമാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓരോരോ ഫീച്ചറുകൾ. സ്പീഡ്, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഫിൽറ്റർ, വീഡിയോയുടെ ഫിൽറ്റർ, വീഡിയോ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചില ഭാഗങ്ങൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.
പ്രീകട്ടിൽ സ്പ്ലിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി സ്പ്ലിറ്റ് എടുക്കുക. അതായത് നമുക്ക് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ വീഡിയോ ആക്കേണ്ടി വരും. അപ്പോൾ മൾട്ടി സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടൂളിലെടുത്ത് സ്പ്ലിറ്റ് ആയി, അതിന് ശേഷം ഒന്നും കൂടി ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നീക്കിയതിന് ശേഷം വീണ്ടും മൾട്ടി സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു പാർട്ടായി. അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ ഈ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ 2 പാർട്ടായിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഈ കാണുന്ന ഈ ജോയിൻറ്റ് തൊട്ടിട്ട് ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമാണ് നമുക്ക് ഈ കൊടുത്ത പാർട്ടിൽ മാത്രമേ ഈ റൊട്ടേറ്റ് അപ്ലൈ ചെയ്യപ്പെടുകയുള്ളൂ. അതിന് ബാക്കിയുള്ള നോർമലായിരിക്കും. അതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഇൻഷോട്ട് ആപ്ലിക്കേഷനിലെ കുറച്ച് ഫീച്ചറുകൾ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കണമെങ്കിലൊക്കെ ആ ഭാഗം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഒരു ക്ലിപ്പാക്കി ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്പ്ലിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ചാനൽ ഗ്രോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.